സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അത ഏകോന സപ്തതിതമോധ്യായ. 69ാമത്തെ അധ്യായത്തില് 22 വരെയുള്ള ശ്ലോകങ്ങൾ നാം ചർച്ച ചെയ്തു. ഭഗവാൻ കൃഷ്ണൻ 16,000 സ്ത്രീകളെ വിവാഹം ചെയ്തുവെന്നും അവരുമായിട്ട് എങ്ങനെയാണ് രമിക്കുന്നത് എന്ന് കാണുവാനും വേണ്ടി നാരദൻ ദ്വാരകയിലെത്തി. ആദ്യം രുക്മിണിയുടെ ഗൃഹത്തിലെത്തി. അവിടെ വച്ച് രുക്മിണിയും ഭഗവാനുമായി സല്ലപിക്കുന്നതും രുക്മിണി ഭഗവാനെ വീശിക്കൊണ്ടിരിക്കുന്നതും കണ്ടു. അടുത്ത സത്യഭാമയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഭഗവാനും ഉദ്ധവരും സത്യഭാമയും കൂടി ചൂത് കളിക്കുന്നത് കണ്ടു. അതുവരെയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അത് കഴിഞ്ഞ് നാരദൻ എന്ത് ചെയ്തു? അടുത്ത ഭവനത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ കുട്ടികളെ ലാളിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെയാണ് കണ്ടത്. അത് കഴിഞ്ഞ് മറ്റൊരു വീട്ടിലെത്തിയപ്പോൾ ഭഗവാൻ കുളിക്കാൻ ഒരുങ്ങുന്നതായിട്ട് കണ്ടു. വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഭഗവാൻ അഗ്നിഹോത്ര കർമ്മങ്ങൾ ചെയ്യുന്നതായി കണ്ടു. മറ്റിടത്ത് ചെന്നപ്പോൾ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യുന്നതും മറ്റിടത്ത് ബ്രാഹ്മണർക്ക് അന്നം കൊടുത്തതിന് ശേഷം ഭഗവാൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. പിന്നീട് വേറൊരിടത്ത് സന്ധ്യാവന്ദനം ചെയ്യുന്നതായും മറ്റിടത്ത് ഗായത്രി ജപിക്കുന്നതായും ഇങ്ങനെ ഓരോ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ കർമ്മങ്ങളിൽ ഏർപ്പെട്ട ഭഗവാനെയാണ് നാരദൻ കണ്ടത്. നാരദന് അതിശയമായി. ഒരേ സമയം തന്നെ എല്ലാ ഭവനങ്ങളിലും ഭഗവാനെ കാണുന്നു. ഭഗവാന്റെ മായാവൈഭവം അതിശയം തന്നെയാണ്. നാരദൻ ഭഗവാനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ ശക്തികളെ മാത്രമേ അറിയുന്നുള്ളൂ. ശരിക്ക് പരമാർത്ഥത്തിൽ അങ്ങ് ആരാണെന്നുള്ളത് ഞങ്ങൾ അറിയുന്നില്ല. അങ്ങയുടെ ചരിത്രം ഗാനം ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ സഞ്ചരിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഗൃഹസ്ഥാശ്രമധർമ്മം മറ്റുള്ളവരെ അഭ്യസിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നീ എന്റെ മായ കണ്ട് മോഹിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞു. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 23. തത്രാപ്യചഷ്ട ഗോവിന്ദം ലാളയന്തം സുതാൻ ശിശൂൻ തതോ അന്യസ്മിൻ ഗൃഹേ പശ്യൻ മജ്ജനായ കൃതോദ്യമം. തത്ര അപി അചഷ്ട ഗോവിന്ദം ലാളയന്തം സുതാൻ ശിശുക്കളായിരിക്കുന്ന സുതാൻ പുത്രന്മാരെ ലാളയന്തം ലാളിക്കുന്നതാണ് വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത്. ലാളിക്കുന്നവനായ ഗോവിന്ദനെ തത്രാപി അവിടെയും അചഷ്ട കണ്ടു. ഓരോ വീട്ടിൽ പോകുമ്പോൾ അവിടെ എല്ലാം ഭഗവാനുണ്ട്. ഈ വീട്ടിൽ പോയപ്പോൾ പുത്രന്മാരെ ലാളിക്കുന്ന ഭഗവാനെ കണ്ടു. തതഹ അനന്തരം അന്യസ്മിൻ ഗൃഹേ മറ്റൊരു വീട്ടിൽ ചെന്നപ്പോഴോ മജ്ജനായ കുളിക്കാനായിക്കൊണ്ട് കൃതോദ്യമ ഉത്സാഹിക്കുന്നവനായിട്ട് അപശ്യത് കണ്ടു. അപ്പൊ കുളിക്കാൻ ഒരുങ്ങുന്ന ഭഗവാനെയാണ് വേറൊരു വീട്ടിൽ നാരദൻ കണ്ടത്. തത്രാപ്യചഷ്ട ഗോവിന്ദം ലാളയന്തം സുതാൻ ശിശൂൻ തതോന്യസ്മിൻ ഗൃഹേ അപശ്യൻ മജ്ജനായ കൃതോദ്യമം. ശ്ലോകം 24. ജുഹ്വന്തം ച വിതാനഗ്നീൻ യജന്തം പഞ്ചഭിർമഖൈഃ ഭോജയന്തം ദ്വിജാൻ കോപി പുഞ്ചാനം അവശേഷിതം. ജുഹ്വന്തം ച വിതാൻ അഗ്നി യാഗാഗ്നികളെ വേറൊരു വീട്ടിൽ ചെന്നപ്പോഴോ യാഗാഗ്നികളെ ജുഹ്വന്തം ഹോമിക്കുന്നവനായിട്ടും, അതായത് അഗ്നിഹോത്രം
ചെയ്യുന്നതാണ് വേറൊരു വീട്ടിൽ കണ്ടത്. അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ അനുഷ്ഠിക്കുന്ന ഒരു ഹോമകർമ്മമാണ് അഗ്നിഹോത്രം. എല്ലാ ബ്രാഹ്മണരും എല്ലാ ദിവസവും അഗ്നിഹോത്രം ചെയ്യും. അതായത് പത്നിയുടെയും അതുപോലെ ഗൃഹത്തിന്റെയും ഒക്കെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ യാഗാഗ്നിയെ ഹോമിക്കുന്നതായിട്ട് അഗ്നിഹോത്രം ചെയ്യുന്നതായി കണ്ടു. ഇനി വേറൊരിടത്ത് ചെന്നപ്പോഴോ പഞ്ചമഹായജ്ഞങ്ങൾ ഏതൊക്കെയാണ്? ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം, ദേവയജ്ഞം, ഭൂതയജ്ഞം, നൃയജ്ഞം. ഇത്രയാണ് 5 യജ്ഞങ്ങൾ. അപ്പോൾ ബ്രഹ്മയജ്ഞം എന്ന് വെച്ചാൽ ഋഷികൾക്ക് വേണ്ടി ചെയ്യുന്നത്, പിതൃയജ്ഞം പിതൃക്കൾക്ക്, ദേവയജ്ഞം ദേവന്മാർക്ക്, ഭൂതയജ്ഞം ഭൂതങ്ങൾക്ക് വേണ്ടി, അതായത് ജീവജാലങ്ങൾക്ക് വേണ്ടി, നൃയജ്ഞം മനുഷ്യർക്ക് വേണ്ടി. അപ്പൊ ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. എന്നിട്ടോ ക്വാപി ഒരിടത്ത് ദിജാൻ ബ്രാഹ്മണരെ ഭോജയന്തം, ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുന്നവനായിട്ടും അവശേഷിതം പിന്നെ ശേഷിച്ചതിനെ പുഞ്ചാനം ഭുജിക്കുന്നതായും കണ്ടു. ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഭഗവാനും ഭക്ഷിക്കുന്നതായിട്ട് വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടു. അപ്പോൾ ഓരോ വീട്ടിലും ഭഗവാൻ ഓരോ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടാണ് നാരദൻ കണ്ടത്. ജുഹ്വന്തം ച വിദാനഗ്നീൻ യജന്തം പഞ്ചഭിർമകൈ ഭോജന്തം ദുജാൻ ക്വാപി പുഞ്ചാനം അവശേഷിതം. ശ്ലോകം 25. ക്വാപി സന്ധ്യാം ഉപാസീനം ജപന്തം ബ്രഹ്മഭാഗ്യതം ഏകത്ര ചാസി ചർമാഭ്യാം ചരന്തം അസിവർമ്മത്സു. ക്വാപി വേറൊരിടത്ത് ചെന്നപ്പോഴാ. അപ്പോൾ നാരദൻ ഒരു വീട്ടിൽ ചെന്ന് അടുത്ത വീട്ടിൽ വേഗം വേഗം പോവുകയാണ്. കാരണം ഇവിടുന്ന് ഇറങ്ങി ഭഗവാൻ അപ്പുറത്ത് പോവുകയാണെങ്കിലോ, അപ്പം വീടുകളെല്ലാം അടുത്തടുത്ത ഒരു നിരയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരിടത്തുനിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒന്നും പറയാതെ അടുത്ത വീട്ടിലേക്ക് വേഗം ചെല്ലും. അപ്പോൾ വേറൊരു വീട്ടിൽ ചെന്നപ്പോഴോ സന്ധ്യയെ ഉപാസിക്കുന്നവനായിട്ട്, അതായത് സന്ധ്യാവന്ദനം ചെയ്യുന്നവനായിട്ട് കണ്ടു. വാക്യത മൗനത്തോടു കൂടി വേണം ബ്രഹ്മം മന്ത്രത്തെ ജപിക്കുന്നവനായി. വേറൊരിടത്ത് ചെന്നപ്പോഴോ ഗായത്രി മന്ത്രം ജപിക്കുന്നവനായി കണ്ടു. ഏകത്ര ഒരു ദിക്കിൽ പോയപ്പോഴോ അസിവർമ്മത്സു വാൾ അഭ്യസിക്കുന്ന സ്ഥലങ്ങളിൽ അസിചർമാഭ്യ വാൾ കൊണ്ടും പരിച കൊണ്ടും ചരന്തം ചരിക്കുന്നവനായിട്ടും കണ്ടു. മറ്റൊരിടത്ത് ചെന്നപ്പോഴാ അഭ്യാസം വാളും പരിചയം കൊണ്ട് അഭ്യസിക്കുകയാണ്. അതാണ് കാണുന്നത്. ഓരോടത്ത് ചെല്ലുമ്പോൾ ഓരോ ജോലിയിൽ ഭഗവാൻ ഏർപ്പെട്ടിരിക്കുന്നതായി ആര് കണ്ടു? നാരദൻ കണ്ടു. ക്വാപി സന്ധ്യാമുപാസീനം ജപന്തം ബ്രഹ്മഭാഗ്യതം ഏകത്ര ചാസി ചർമാഭ്യാം ചരന്തമസി വർമ്മത്സു. ശ്ലോകം 26. അശ്വർഗജൈരഥൈ ക്വാപി വിചരന്തം ഗതാഗ്രജം കശ്ചിത് ശയാനം പര്യങ്കേ സ്തൂയമാനം ച ബന്ദിഭിഃ. അശ്വൈഹി ഗജൈഹി രഥൈഹി ക്വാപി വിചരന്തം ഗതാഗ്രജം. ക്വാപി ഒരിടത്ത് അശ്വൈഹി കുതിരകളെ കൊണ്ടും ഗജൈഹി ആനകളെ കൊണ്ടും രഥൈഹി തേരുകളെ കൊണ്ടും വിചരന്തം സഞ്ചരിക്കുന്നവനായിട്ട്. അപ്പോൾ ഒരിടത്ത് ചെന്നപ്പം കുതിരയിൽ സഞ്ചരിക്കുന്നു, വേറൊരിടത്ത് ചെന്നപ്പം ആനപ്പുറത്ത് സഞ്ചരിക്കുന്നു, വേറൊരിടത്ത് ചെന്നപ്പോൾ തേരിൽ കയറിയിരിക്കുന്നു. ക്വചിത് ഒരു ദിക്കിൽ പര്യങ്കെ കട്ടിൽ ശയാനം ശയിക്കുന്നവനായിട്ടും, വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ കട്ടിൽ കിടന്ന് ശയിക്കുന്നു. ബന്ധിഭി വന്ദിക്കുന്നവരാൽ സ്തൂയമാനം സ്തുതിക്കപ്പെടുന്നവനായിട്ടും, വേറൊന്നിൽ ചെന്നപ്പോൾ സ്തുതിപാഠകന്മാർ കൃഷ്ണനെ സ്തുതിക്കുന്നതായിട്ടും കണ്ടു. ഗതാഗ്രജം എന്ന് വെച്ചാൽ കൃഷ്ണനെ കണ്ടു. അശ്വൈർഗജൈരഥൈർക്വാപി വിചരന്തം ഗതാഗ്രജം കശ്ചിത് ശയാനം പര്യങ്കേ സ്തൂയമാനം ച ബന്ദിഭിഃ. ശ്ലോകം 27. മന്ത്രയന്തം ച കസ്മിൻചിത് മന്ത്രിഭിഃ ചോത്തവാദിഭിഃ ജലക്രീഡാരതം ക്വാപി വാരമുഖ്യ അബലാവൃതം. കസ്മിൻചിത് ഒരിടത്ത് ചെന്നപ്പോഴ ഉദ്ധവാദിഭി ഉദ്ധവൻ മുതലായ മന്ത്രികളോട് മന്ത്രയന്തം മന്ത്രിക്കുന്നവനായിട്ടും, അപ്പൊ ഉദ്ധവാദി മന്ത്രികളോട് കാര്യാലോചന ചെയ്യുന്നവനായിട്ടും ഗോപി ഒരിടത്ത് വാരമുഖ്യ അബലാവൃതം വാരസ്ത്രീകളോട്
അതായത് നഗര സ്ത്രീകളോട് ഒന്നിച്ച് ജലക്രീഡാരഥം, ജലക്രീഡയിൽ തൽപര ആയിട്ടും കണ്ടു. മന്ത്രയന്തം ച കസ്മിൻചിത് മന്ത്രഭിചോത്തവാദിഭിः ജലക്രീഡാരഥം കോപി വാരമുഖ്യാബലാവൃതം. ശ്ലോകം 28. കുത്രചിദ്ദിജമുഖ്യേഭ്യോ ദദതം ഗാവസോ അലങ്കൃതാഃ ഇതിഹാസപുരാണാനി ശൃണ്വന്തം മംഗളാനി ച. കുത്രചിത് ഒരിടത്തോ ദ്വിജമുഖ്യോഭ്യോ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കായിക്കൊണ്ട് സ്വലങ്കൃത നന്നായി അലങ്കരിക്കപ്പെട്ട ഗാഹ പശുക്കളെ ദദതം കൊടുക്കുന്നവനായിട്ട്, നന്നായി അലങ്കരിച്ച പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതാണ് ഒരിടത്ത് എന്നപ്പോൾ കണ്ടത്. മംഗളാനി മംഗളങ്ങളായ ഇതിഹാസ പുരാണങ്ങളെ ശൃണ്വന്തം കേൾക്കുന്നവനായി കണ്ടു. വേറിടത്ത് ചെന്നപ്പോൾ മംഗളങ്ങളായ ഇതിഹാസ പുരാണങ്ങളെ കേൾക്കുന്നവനായിട്ടും കണ്ടു. കുത്രചിത് ദ്വിജമുഖ്യേഭ്യോ ദദതം ഗാസ്വലങ്കൃതാഃ ഇതിഹാസ പുരാണാനി ശൃണ്വന്തം മംഗളാനി ച. ശ്ലോകം 29. ഹസന്തം ഹാസ്യകഥാ കഥാചിത് പ്രിയയാ ഗൃഹേ കോപി ധർമ്മം സേവമാനം അർത്ഥകാമോ ച കുത്രചിത്. ഹസന്തം ഹാസ്യകഥാ കഥാചിത് ഒരിക്കൽ പ്രിയയോടുകൂടി ഭാര്യയോടുകൂടി ഗൃഹത്തിൽ ഹാസ്യകഥ കൊണ്ട് ഹസന്തം ചിരിക്കുന്നവനായിട്ട്, നേരം പോക്കൊക്കെ പറഞ്ഞ് ചിരിക്കുന്നവനായിട്ടും, കോപി മറ്റൊരിടത്തോ ധർമ്മത്തെ ഉപദേശിക്കുന്നതായും, കുത്രചിത് മറ്റൊരിടത്ത് അർത്ഥകാമങ്ങളെയും അതായത് പുരുഷാർത്ഥങ്ങൾ, ധർമാർത്ഥം കാമമോക്ഷം ഇവയൊക്കെ പറയുന്നതായിട്ടും സേവിക്കുന്നവനായും കണ്ടു. അപ്പൊ കാമപുരുഷാർത്ഥത്തെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഓരോടത്ത് ഓരോന്നാണ്. ചിലയിടത്ത് ഭാര്യയുമായിട്ട് സല്ലപിക്കും, ചിലയിടത്ത് കുട്ടികളുടെ കാര്യം അന്വേഷിക്കും, ചിലയിടത്ത് നിന്ന് ചൂത് കളിക്കും, ചിലയിടത്ത് രാജ്യ കാര്യങ്ങൾ ആലോചിക്കും, പിന്നെ ചിലയിടത്ത് വാൾപ്പയറ്റ് അഭ്യസിക്കും. ഇങ്ങനെ ഓരോടത്ത് ചിലയിടത്ത് ധർമ്മ ഉപദേശമാണ്. അപ്പൊ ഇങ്ങനെ അർത്ഥം കാമ മോക്ഷം ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ കഴിയുകയാണ്. ഹസന്തം ഹാസ്യകഥയാ കഥാചിത് പ്രിയയാ ഗൃഹേ കോപി ധർമ്മം സേവമാനം അർത്ഥകാമൗ ച കുത്രചിത്. ശ്ലോകം 30. ധ്യായന്തമേകമാസീനം പുരുഷം പ്രകൃതേ പരം ശുശ്രൂഷന്തം ഗുരൂൻ കോപി കാമൈർഭോഗൈ സപര്യയാം. ധ്യായന്തം ഏകം ആസീനം പുരുഷം പ്രകൃതേ പരം പ്രകൃതിയിൽ നിന്ന് പരനായിരിക്കുന്ന ഏകം പുരുഷൻ, പരംപുരുഷനെ ധ്യാനിക്കുന്നവനായിട്ട്, അതായത് ഒരിടത്ത് ചെന്നപ്പോൾ പരമാത്മാവിനെ ധ്യാനിക്കുന്നവനായി കണ്ടു. കോപി ഒരിടത്തോ കാമങ്ങളെ അനുസരിച്ചുള്ള ഭോഗൈ സുഖപദാർത്ഥങ്ങളെ കൊണ്ട്, അതായത് ഭാര്യമാരുമായിട്ട് സുഖമായിട്ട് താമസിക്കുന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാമഭോഗങ്ങൾ അനുഭവിക്കുന്നതായിട്ടും, ഭോഗൈ സുഖപദാർത്ഥങ്ങളെ കൊണ്ട് സബരിയ പൂജകളെ കൊണ്ടും ഗുരുക്കളെ ശുശ്രൂഷിക്കുന്നവനായിട്ടും കണ്ടു. അപ്പൊ ചിലയിടത്ത് ചെന്നപ്പോഴാ ഗുരുക്കന്മാരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ഓരോന്നും കണ്ട് അതിശയിച്ച് നാരദർ ഓരോരോ വീട്ടിലും കയറി ഇറങ്ങുകയാണ്. ധ്യായത്തമേകമാസീനം പുരുഷം പ്രകൃതേ പരം ശുശ്രൂഷന്തം ഗുരൂൻ കോപി കാമൈർഭോഗൈ സപര്യയാം. ശ്ലോകം 31. കുർവന്തം വിഗ്രഹം കൈശ്ചിത് സന്ധിം ചാന്യത്ര കേശവം കുത്രാപി സഹരാമേണ ചിന്തയന്തം സതാം ശിവം. കുർവന്തം വിഗ്രഹം കൈശ്ചിത് ചിലരോട് വിഗ്രഹം യുദ്ധത്തെയും അന്യത്ര മറ്റിടത്ത് സന്ധിയെയും ചിലടത്ത് ചെല്ലുമ്പോൾ കലഹിച്ചുകൊണ്ട് മറ്റിടത്ത് ചെല്ലുമ്പോഴാ അവ കലഹിക്കുന്നതിന് സന്ധി ചെയ്യുന്നതായിട്ടും, കുത്രാപി വേറൊരിടത്തോ രാമേണ സഹ ബലരാമനോടുകൂടി സദാം ശിവം സത്തുക്കളുടെ നന്മയെ ചിന്തിക്കുന്നവനായിട്ടും കേശവം കൃഷ്ണവനെ കണ്ടു. ചിലയിടത്ത് ചെല്ലുമ്പോൾ ലോകക്ഷേമത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ടും കണ്ടു.
കുർവന്തം വിഗ്രഹം കൈശ്ചേത് സന്ധിം ചാന്യത്ര കേശവം കുത്രാഭി സഹ രാമേണ ചിന്തയന്തം സദാം ശിവം. ശ്ലോകം 32. പുത്രാണാം ദുഹിതॄണാം ച കാലേ വിധി ഉപയാപനം ദാരൈർ വരൈ തത്സദൃശൈ കൽപ്പയന്തം വിഭൂതിഭിഃ. പുത്രാണാം ദുഹിതॄണാം, പുത്രാണാം പുത്രന്മാരുടെയും, ദുഹിതॄണാം പുത്രിമാരുടെയും, കാലത്തിൽ തത്സദൃശൈ അവർക്ക് സദൃശരായ, ദാരൈഹി ഭാര്യമാരോടും, വരൈഹി ഭർത്താക്കന്മാരോടും, വിധി ഉപയാപനം വിധിപ്രകാരം പ്രാപിക്കുന്നവനായിട്ടും, അതായത് പുത്രന്മാരുടെയും പുത്രിമാരുടെയും കല്യാണ ആലോചനയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ചിലയിടത്ത് ചെല്ലുമ്പോൾ വിവാഹത്തെ, പുത്രിമാരുടെ അല്ലെങ്കിൽ പുത്രന്മാരുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനായിട്ട് കണ്ടു. എന്നിട്ട് വിഭൂതി ഐശ്വര്യങ്ങളോട് കൽപ്പയന്തം യോജിക്കുന്നവനായിട്ടും, അതായത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഭവനങ്ങളിലേക്ക് വേണ്ടുന്ന മുതലുകൾ കൊടുത്ത് അവരെ വിവാഹം ചെയ്ത് അയക്കേണ്ട സംഗതികളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ടു. പുത്രാണാം ദുഹിതॄണാം ച കാലേ വിദ്യ ഉപയാപനം ദാരൈർ വരൈസ്തത്സദൃശൈ കൽപ്പയന്തം വിഭൂതിഭിഃ. ശ്ലോകം 33. പ്രസ്താവനോപ നയനൈർ അപത്യാനാം മഹോത്സവാൻ വീക്ഷ്യ യോഗേശ്വരേശസ്യ യേഷാം ലോകാ വിസിസ്മിരേ. പ്രസ്താവന ഉപാനയനൈ. പ്രസ്താവന അതായത് പെൺമക്കളെ ഭർതൃഗൃഹത്തിലേക്ക് അയക്കുക. പിന്നെ ഉപാനയന അവരെ കൂട്ടിക്കൊണ്ടുവരിക. ചിലരുടെ ഭർത്താക്കന്മാരെ സ്വഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഓരോരുത്തർക്കും 11 മക്കൾ വീതം ഉണ്ടല്ലോ, 10 പുത്രന്മാരും ഓരോ പുത്രിമാരും ഉണ്ട്. അങ്ങനെ 16,008 പേർക്കും ഇല്ലേ. അപ്പൊ ഇങ്ങനെ കുറെ ഇടത്ത് ചെല്ലുമ്പോൾ പുത്രിമാരെ വാങ്ങിച്ച് ഭർതൃഗൃഹത്തിലേക്ക് അയക്കും. ചിലയിടത്ത് ചെല്ലുമ്പോൾ ഭർതൃഗൃഹത്തിൽ നിന്നും കുട്ടികളെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ യോഗേശ്വരേശ്വരന്റെ യേഷാം അപത്യാനാം യാതൊരു സന്താനങ്ങളെ യാതൊരു മഹോത്സവങ്ങളെ വീക്ഷ കണ്ടിട്ട് ലോകങ്ങൾ വിസിസ്മിരേ അതിശയിച്ചു പോയി. അപ്പോ ഇത്രയും മക്കളുണ്ടല്ലോ, 16,008 × 11 ഇത്രയും മക്കളാണ്. അപ്പൊ ഇത്രയും മക്കളുടെ വിവാഹമൊക്കെ നടത്തണേ അതൊരു മഹോത്സവം തന്നെ എല്ലായിടത്തും. അപ്പൊ ജനങ്ങൾ ഇതൊക്കെ കണ്ട് ആനന്ദിച്ച് വിസ്മയിക്കത്തക്ക വിധമുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഭഗവാൻ അതിജാഗരൂകനായിരുന്നു. അതായത് ഗൃഹസ്ഥാശ്രമ ധർമ്മം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, ഭഗവാൻ ഇതൊക്കെ നിർവഹിക്കുന്നുവെങ്കിലും ഭഗവാൻ ആത്മാരാമനാണ്, ആത്മാവിൽ രമിക്കുന്നവനാണ്. മനസ്സ് ഇതിലൊന്നുമല്ല. ഭഗവാൻ മറ്റുള്ളവർക്ക് ഗൃഹസ്ഥാശ്രമ ധർമ്മം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രസ്താവനോ ഉപാനയനൈർ അപത്യാനാം മഹോത്സവാൻ വീക്ഷ്യ യോഗേശ്വരേശസ്യ യേഷാം ലോകാ വിസിസ്മിരേ. ശ്ലോകം 34. യജന്തം സകലാൻ ദേവാൻ കോപി കൃതിഭിർഊർജിതൈഃ പൂർത്തയന്തം ക്വചിത് ധർമ്മം കൂപ ആരാമ മഠാദിഭിഃ. കോപി ചിലയിടത്ത് ഊർജിതൈഹി ഉത്കൃഷ്ടങ്ങളായ ക്രതുഭിഹി യാഗങ്ങൾ കൊണ്ട് സകലാൻ ദേവാൻ സകല ദേവന്മാരെ യജിക്കുന്നവനായിട്ട്. ഒരിടത്ത് ചെന്നപ്പോൾ ഭഗവാൻ യാഗങ്ങൾ നടത്തുന്നതായിട്ടാണ് കണ്ടത്. സകല ദേവന്മാരെയും തൃപ്തിപ്പെടുത്തുന്ന യാഗങ്ങൾ ചെയ്യുന്നവനായിട്ടും. ക്വചിത് ഒരിടത്ത് കൂപ ആരാമ മഠാദിഭി, ചിലയിടത്ത് കൂപ എന്ന് വെച്ചാൽ കിണർ നിർമ്മിക്കുന്നു, അതായത് ജനങ്ങൾക്ക് വേണ്ടി കിണറ്, പിന്നെ ആരാമം പൂന്തോട്ടം, മഠാദിവി മഠം, അതായത് ജനങ്ങൾക്ക് വേണ്ടി കിണറ്, വഴിയിലൊക്കെ കിണറൊക്കെ കുഴിച്ച് പിന്നെ ജനങ്ങൾക്ക് വന്നിരിക്കാൻ വേണ്ടി പൂന്തോട്ടമൊക്കെ വന്ന് കഴിപ്പിക്കും. വഴിപോക്കർക്ക് താമസിക്കാൻ സത്രം, ഇങ്ങനെയൊക്കെ നിർമ്മിക്കും. എന്നിങ്ങനെയുള്ള ധർമ്മത്തെ പൂർത്തിപ്പെടുത്തുന്നവനായും കണ്ടു. അപ്പൊ ഇങ്ങനെയുള്ള
കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഭഗവാനെയാണ് ഓരോ ഇടത്തിനും നാരദന് കാണാൻ സാധിച്ചത്. യജന്തം സകലാൻ ദേവാൻ കോപി കൃതിഭിർഊർജിതൈഹി പൂർത്തയന്തം ക്വചിത് ധർമ്മം കൂപ ആരാമ മടാദിഭിഹി. ശ്ലോകം 35. ചരന്തം മൃഗയാം കോപി ഹയമാരൂഹ്യ സൈന്ധവം ഘ്നന്തം തത പശൂന്മേധ്യാൻ പരീതം യതു പുങ്കവൈഹി. ചരന്തം മൃഗയാം കോപി ഒരു ദിക്കിൽ ചെന്നപ്പോഴോ സൈന്ധവം സിന്ധുദേശത്തിലുണ്ടായ ഹയം കുതിരയെ ആരൂഹ്യ കയറിയിട്ട്. അപ്പോൾ സിന്ധുദേശത്തെ കുതിരയ്ക്ക് അതിവേഗതയുണ്ടെന്നാണ്, വേഗം പായുന്ന കുതിരയാണ്. അങ്ങനെ സിന്ധുദേശത്ത് ഉള്ള കുതിരയുടെ പുറത്ത് കയറി ആരൂഹ്യ കയറിയിട്ട് മൃഗയ നായാട്ടിനെ ചരന്തം നടത്തുന്നവനായും, ഇപ്പൊ കുതിരപ്പുറത്ത് കയറി നായാട്ടിന് പോകുന്നവനായും, തതഹ പിന്നെ യതു പുങ്കവൈഹി യദുശ്രേഷ്ഠന്മാരാൽ പരീതം ചുറ്റപ്പെട്ടവനായിട്ടും, മേധ്യാൻ പരിശുദ്ധങ്ങളായ പശു മൃഗങ്ങളെ ഘ്നന്തം കൊല്ലുന്നവനായും കണ്ടു. അപ്പൊ അതായത് കുതിരപ്പുറത്ത് കയറി നായാട്ടിന് പോയി മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നവനായിട്ടും കണ്ടു. ചരന്തം മൃഗയാം കോപി ഹയമാരൂഹ്യ സൈന്ധവം ഘ്നന്തം തത പശൂന്മേധ്യാൻ പരീതം യതു പുങ്കവൈഹി. ശ്ലോകം 36. അവ്യക്തലിംഗം പ്രകൃതിഷു അന്തഃപുരഗൃഹാദിഷു ക്വചിച്ചരന്തം യോഗേശം തത്തദ്ഭാവ ബുഭുത്സയാ. അവ്യക്തലിംഗം പ്രകൃതിഷു അന്തഃപുരഗൃഹാദിഷു. പ്രകൃതിഷു പ്രജകളിലും അന്തഃപുരഗൃഹാദിഷു അന്തഃപുരങ്ങളിലും ഗൃഹങ്ങളിലും അവ്യക്തലിംഗം വ്യക്തമല്ലാത്ത അടയാളങ്ങളോട് കൂടിയവനായിട്ട്, അതായത് ചില സ്ഥലത്ത് വ്യക്തമായ ലിംഗം എന്ന് വെച്ചാൽ വേഷപ്രച്ഛന്നനായി പോയി. പ്രജകളുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വേഷപ്രച്ഛന്നനായി ചെന്ന് കാര്യം അന്വേഷിക്കും. അതാണ് അവ്യക്തലിംഗം. വ്യക്തമല്ലാത്ത അടയാളത്തോട് കൂടിയവനായി വേഷപ്രച്ഛന്നനായി ചെന്ന് ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. ക്വചിത് ഒരിടത്ത് തത്തദ്ഭാവ ബുഭുത്സയ അതത് അവസ്ഥകളെ അറിയാനുള്ള ആഗ്രഹത്തോടുകൂടി ചരന്തം ചരിക്കുന്ന യോഗേശനെ കണ്ടു. ഇപ്പൊ പ്രജകളുടെയും മറ്റുള്ളവരുടെയൊക്കെ വീടുകളിലൊക്കെ ചെന്ന് അവരുടെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ വേഷപ്രച്ഛന്നനായി പോയി. അവ്യക്തലിംഗം പ്രകൃതിഷു അന്തഃപുരഗൃഹാദിഷു ക്വചിച്ചരന്തം യോഗേശം തത്തദ്ഭാവം ബുഭുത്സയാം. ശ്ലോകം 37. അഥോവാച ഋഷികേശം നാരദ പ്രഹസന്നിവ യോഗമായോദയം വീക്ഷ്യ മാനുഷീമീയുഷോ ഗതിം. അഥ ഉവാച ഋഷികേശം നാരദ പ്രഹസൻ ഇവ. അഥ അനന്തരം മാനുഷി മനുഷ്യനെ സംബന്ധിച്ച ഗതിയെ ഈയുഷ പ്രാപിച്ചവന്റെ, അതായത് മനുഷ്യ ശരീരം എടുത്തിരിക്കുകയാണല്ലോ ഭഗവാൻ, ഇപ്പോൾ അവതാരം എടുത്തിരിക്കുകയാണ് കൃഷ്ണനായി മനുഷ്യ ശരീരം പൂണ്ട ഭഗവാൻ. മനുഷ്യ ശരീരം പ്രാപിച്ചവന്റെ ഗതിയെ ഈയുഷ പ്രാപിച്ചവന്റെ യോഗമായയുടെ ഉദയത്തെ വീക്ഷ കണ്ടിട്ട് പ്രഹസന്നിവ പ്രകർഷേണ പുഞ്ചിരിക്കുന്നവനായി ഋഷികേശ ഭഗവാനോട് നാരദൻ ഉപാച പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ ഈ മായ വൈഭവങ്ങൾ കണ്ടിട്ട് അത് ഇങ്ങനെ പ്രത്യേകമായും പ്രത്യക്ഷമായും കണ്ട നാരദൻ പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാനോട് ഋഷികേശം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ അടക്കിയിരിക്കുന്നവൻ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ നിയന്താവ് ആയ ഭഗവാനോട് നാരദൻ ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അഥോവാച ഋഷികേശം നാരദ പ്രഹസന്നിവ യോഗമായോദയം വീക്ഷ്യ മാനുഷിമീയുഷോ ഗതിം. ശ്ലോകം 38. വിധാമയോഗമായാസ്തേ ദുർദശാഭിമായിനാം യോഗേശ്വരാത്മൻ നിർഭാത ഭവത്പാദ നിഷേവയാ. വിധാമ യോഗമായാ തേ ദുർദശ അഭിമായിന മായയെ വശമാക്കിയിരിക്കുന്നവർക്ക് ദുർദശാമഭി കാണാൻ കഴിയാത്തതാണെങ്കിലും യോഗേശ്വര ആത്മൻ സ്വരൂപത്തിൽ നിർഭാതം ഏറ്റവും വിളങ്ങുന്ന തേ അങ്ങയുടെ യോഗമായ
യോഗമായകളെ ഭവത് പാദ നിഷേവയ, അങ്ങയുടെ പാദസേവ കൊണ്ട് പിതാമ ഞങ്ങൾ അറിയുന്നു. അപ്പോ നാരദൻ ഇതെല്ലാം കണ്ട് അതിശയിച്ച് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ യോഗേശ, അങ്ങയുടെ മായാ വൈഭവത്തെ ഞങ്ങൾ അറിയുന്നതല്ലാതെ അങ്ങയുടെ പരമാർത്ഥത്തെ ഞങ്ങൾ അറിയുന്നില്ല. അങ്ങയുടെ പാദസേവ കൊണ്ട് അങ്ങയുടെ യോഗമായകളെ ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങയുടെ പരമാർത്ഥത്തെ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. വിധാമയോഗമായാസ്തേ ദുർദശാഭിമായിനാം യോഗേശ്വരാത്മൻ നിർഭാത ഭവത്പാദ നിഷേവയ. ശ്ലോകം 39. അനുജാനീഹി മാം ദേവ ലോകാംസ്തേ യശസാപ്ലുതാൻ പര്യടാമി തവോദ്ഗായൻ ലീലാം ഭുവന പാവനീം. അനുജാനീഹി മാം ദേവ, ദേവ അല്ലയോ ദേവ, ലീല മാനുഷ സ്വരൂപിൻ, മാം എന്നെ, അനുജാനീഹി എന്നെ പോകാൻ അനുവദിച്ചാലും, തേ അങ്ങയുടെ യശസ്സ കീർത്തി കൊണ്ട് ആപ്ലുതാൻ മുങ്ങിയിരിക്കുന്ന ലോകാൻ ലോകങ്ങളിൽ ഭുവന പാവനി ലോകത്തെ പരിശുദ്ധമാക്കി തീർക്കുന്ന തവ അങ്ങയുടെ ലീലയെ ഉദ്ഗായൻ കീർത്തിച്ചുകൊണ്ട് പര്യടാമി 4 ഭാഗത്തും ഞാൻ സഞ്ചരിക്കാം. അങ്ങയുടെ മായ ഞാൻ കണ്ടു, പക്ഷെ അങ്ങയുടെ പരമാർത്ഥം എനിക്കറിയാൻ സാധിക്കുന്നില്ല. അങ്ങയുടെ മായ വൈഭവം ഞാനിതാ എല്ലായിടത്തും കണ്ടു. അപ്പൊ അതുകൊണ്ട് അല്ലയോ ദേവ, എനിക്ക് എന്നെ പോകാൻ അനുവദിച്ചാലും ഞാൻ അങ്ങയുടെ കീർത്തി ഈ ലോകത്തിൽ മുഴുവനും ഗാനം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു കൊള്ളാം, എന്നെ പോകാൻ അനുവദിച്ചാലും എന്ന് നാരദൻ പറയുകയാണ്. അനുജാനീഹി മാം ദേവ ലോകാംസ്തേ യശസാപ്ലുതാൻ പര്യടാമി തപോദ്ഗായൻ ലീലാം ഭുവന പാവനീം. ശ്ലോകം 40. ശ്രീ ഭഗവാനുവാച ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിത തത്ശിക്ഷയൻ ലോകം ഇമം ആസ്തിത പുത്രമാഖിത. ബ്രഹ്മൻ, ഹേ ബ്രഹ്മജ്ഞാനിയായുള്ളവനെ, ധർമ്മസ്യ ധർമ്മത്തിന്റെ വക്താവും കർത്താവും തദ അനുമോദിത അഹം അതിനെ അനുമോദിക്കുന്നവനുമായ ഞാൻ, ഇതം ലോകം ഈ ലോകത്തെ ശിക്ഷയൻ അഭ്യസിക്കുന്നവനായിട്ട് തത് അതിനെ ആശ്രയിച്ചിരിക്കുന്നു. പുത്ര, ഹേ പുത്ര, മാഖിത നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, നീ എന്റെ മായ കണ്ട് മോഹിക്കേണ്ട. അപ്പൊ ഞാൻ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഒരു ഗൃഹസ്ഥാശ്രമി എന്തൊക്കെ കാര്യങ്ങളാണ്, ധർമ്മങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ലോകരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നീ എന്റെ മായ കണ്ട് മോഹിക്കേണ്ട, മാഖിത നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ശ്ലോകം 40. ശ്രീ ഭഗവാനുവാച ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിത തത്ശിക്ഷയൻ ലോകമിമം ആസ്തിത പുത്രമാഖിത. ശ്ലോകം 41. ശ്രീശുകവാച ഇത്യാചരന്തം സദ്ധർമാൻ പാവനാൻ ഗൃഹമേദിനാം തമേവ സർവഗൃഹേഷു സന്തമേകം ദദർശഃ. ഇത്യ ആചരന്തം സദ്ധർമാൻ പാവനാൻ ഗൃഹമേദിനാം. ഗൃഹമേധികളുടെ, അതായത് ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയുന്നവരുടെ പാവനാൻ പരിശുദ്ധങ്ങളായ സദ്ധർമാൻ ശോഭനധർമ്മങ്ങളെ ഇത് ഇപ്രകാരം ആചരിക്കുന്ന തം ഏകമേവ അവനെ ഒരുവനെ തന്നെ സർവഗേഹേഷു സകല ഗൃഹങ്ങളിലും സന്തം ഇരിക്കുന്നവനായി ദദർശഃ കണ്ടു. ആശ്ചര്യം തന്നെ. അപ്പൊ ശ്രീശുകൻ പറയുകയാണ്, ഭഗവാൻ ഏകനാണ്. ഏകനായിരിക്കുന്ന ഭഗവാനെ ഓരോ ഗൃഹത്തിലും കണ്ടു. അപ്പൊ ആ ഏകനായിരിക്കുന്ന ആ ഭഗവാനെ നാനാഗൃഹങ്ങളിലും വ്യത്യസ്ത ഭാവങ്ങളിൽ കണ്ടു. ശ്രീശുകവാച ഇത്യാചരന്തം സദ്ധർമാൻ പാവനാൻ ഗൃഹമേദിനാം തമേവ സർവഗൃഹേഷു ഗേഹേഷു സന്തമേകം ദദർശഃ. ശ്ലോകം 42. കൃഷ്ണസ്യാനന്ദ വീര്യസ്യ യോഗമായ മഹോദയം മുഹുർദൃഷ്ട്വാ ഋഷി അഭൂത് വിസ്മിതോ
ജാത കൗതുകഃ. കൃഷ്ണസ്യ അനന്തവീര്യസ്യ അനന്തമായ വീര്യത്തോടുകൂടിയ അപരിമിതമായ വീര്യത്തോടുകൂടിയ കൃഷ്ണസ്യ കൃഷ്ണന്റെ യോഗമായ മഹോദയം അചിന്ത്യമായ മായാശക്തി വിശേഷത്തെ മുഹുഹു വീണ്ടും ദൃഷ്ട കണ്ടിട്ട് ജാത കൗതുക ഉണ്ടായ ആശ്ചര്യത്തോടുകൂടി ഋഷി നാരദ മുനി വിസ്മിത ആശ്ചര്യയുക്തനായിട്ട് അബോദ്ഭവിച്ചു. ഭഗവാന്റെ ഈ മായാപ്രഭാവത്തെ കണ്ട് അചിന്ത്യമായ ശക്തിവിശേഷത്തെ കണ്ട് കൗതുകത്തോടുകൂടി നാരദ ഋഷി ആശ്ചര്യപ്പെട്ടു. കൃഷ്ണസ്യാനന്ദവീര്യസ്യ യോഗമായ മഹോദയം മുഹുർദൃഷ്ട്വാ ഋഷിർഅഭൂത് വിസ്മിതോ ജാത കൗതുകഃ. ശ്ലോകം 43. ഇത്യർത്ഥകാമധർമ്മേഷു കൃഷ്ണേന ശ്രദ്ധിതാത്മന സമ്യക് സഭാജിത പ്രീത തമേവാനുസ്മരണ്യയോ. ഇതി അർത്ഥകാമധർമ്മേഷു. ഇത് ഇപ്രകാരം അർത്ഥകാമധർമ്മേഷു. അർത്ഥം കാമം ധർമ്മം, ധർമ്മം അർത്ഥം കാമം ഇവയിൽ ശ്രദ്ധിത ആത്മന ശ്രദ്ധയുള്ള മനസ്സോടുകൂടിയ കൃഷ്ണേന കൃഷ്ണനാൽ സമ്യക് വേണ്ടുമിതം സഭാജിത സൽക്കരിക്കപ്പെട്ടും പ്രീതക സന്തുഷ്ടനുമായിരിക്കുന്ന നാരദൻ തമേവ അവനെ തന്നെ അനുസ്മരൻ ചിന്തിച്ചുകൊണ്ട് യയോ അവിടെ നിന്നും പോയി. അപ്പോ ഇപ്രകാരം ധർമ്മ അർത്ഥ കാമങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഭഗവാനെ കാണുകയും ഭഗവാനാൽ സൽക്കരിക്കപ്പെടുകയും ചെയ്ത നാരദൻ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു. ഇത്യർത്ഥകാമധർമ്മേഷു കൃഷ്ണേന ശ്രദ്ധിതാത്മന സമ്യക് സമാജിത പ്രീത തമേവാനുസ്മരണ്യയോ. ശ്ലോകം 44. ഏവം മനുഷ്യപദവീം അനുവർത്തമാനോ നാരായണോഖില ഭവായ ഗൃഹീതശക്തി രേമേ അംഗഷോഡശ സഹസ്രവരാംഗനാനാം സവ്രീഡ സൗഹൃദ നിരീക്ഷണ ഹാസജുഷ്ട. ഏവ ഇപ്രകാരം മനുഷ്യപദവി മനുഷ്യരീതിയെ അനുവർത്തമാനാഹ അനുസരിച്ചിരിക്കുന്ന നാരായണൻ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നതുകൊണ്ട് മനുഷ്യരീതിയെ അവലംബിച്ചിരിക്കുന്ന നാരായണൻ അഖില ഭവായ സകല ജനങ്ങളുടെയും അഭ്യുദയത്തിനു വേണ്ടി ഗൃഹീത ശക്തി സ്വീകരിക്കപ്പെട്ട അനേക ശക്തികളോടുകൂടിയവനായി ഷോഡശ സഹസ്ര വരാംഗനാന 16,000 ശ്രേഷ്ഠ സ്ത്രീകളുടെ സവ്രീഡ സൗഹൃദ നിരീക്ഷണ ഹാസജുഷ്ട. സവ്രീഡ ലജ്ജയോടും സൗഹൃദ സ്നേഹത്തോടും കൂടിയ നിരീക്ഷണ നോട്ടത്താലും ഹാസജുഷ്ട ഹാസത്താലും പുഞ്ചിരിയാലും സേവിക്കപ്പെട്ടവനായി അംഗഹേ പൂജ്യ രമേ രമിച്ചു. അങ്ങനെ ഭഗവാൻ ലോകത്തിലുള്ള സകല ജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി നാനാവിധ ശക്തികൾ സ്വീകരിച്ച് ഭഗവാൻ ബഹുരൂപനായി ഏകനായിരിക്കുന്ന ഭഗവാൻ ബഹുരൂപനായി 16,008 സ്ത്രീകളോടുകൂടി ബഹുവിധ ലീലകൾ ചെയ്ത് അവർ ലജ്ജയോടും സ്നേഹത്തോടും ചെയ്യുന്ന കടാക്ഷ ലീലകൾ അനുഭവിച്ചുകൊണ്ട് ഇരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭഗവാൻ ഇതൊന്നുമായിട്ട് രമിക്കുന്നില്ല. ഭഗവാന്റെ ശരീരമാണ് അവിടെ ഇരിക്കുന്നത്. ഭഗവാൻ ആരാണ്? ആത്മാരാമനാണ്. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ഏവം മാനുഷ്യ പദവീം അനുവർത്തമാനോ നാരായണോഖില ഭവായ ഗൃഹീത ശക്തി രേമേ അംഗ ഷോഡശ സഹസ്ര വരാംഗനാന സവ്രീഡ സൗഹൃദ നിരീക്ഷണ സജുഷ്ട. ശ്ലോകം 45. യാനീഹ വിലയോദ്ഭവ വൃത്തിഹേതോ കർമാണ്യനന്യ വിഷയാണി ഹരിശ്ചകാര യസ്തു അംഗ ഗായതി ശൃണോതി അനുമോദദേവ ഭക്തിർഭവേത് ഭഗവതി അപവർഗമാർഗേ. യാനി ഇഹ വിലയ ഉദ്ഭവ വൃത്തിഹേതു കർമാണി അനന്യ വിഷയാണി ഹരിഹി ചകാര യഹ തു അംഗ ഗായതി ശൃണോതി അനുമോദതേ വ ഭക്തി ഭവേത് ഭഗവതി
ഹി അപവർഗമാർഗേ വിശ്വവിലയോദ്ഭവ വൃത്തിഹേതു. വിശ്വത്തിന്റെ, ലോകത്തിന്റെ വിലയം, നാശത്തിനും ഉത്പത്തിക്കും, സൃഷ്ടിക്കും, വൃത്തിഹേതു സ്ഥിതിക്കും കാരണമായിരിക്കുന്ന, അതായത് ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണമായിരിക്കുന്ന ഹരിഹി കൃഷ്ണൻ അനന്യ വിഷയാണി, അന്യ സാധാരണങ്ങളല്ലാത്ത, അതായത് തന്നാൽ മാത്രം സാധിക്കപ്പെടുന്ന യാനി കർമാണി, യാതൊരു കർമ്മങ്ങളെ ചകാര ചെയ്തുവോ. അപ്പൊ ഈ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് സാധിക്കുമോ? മനുഷ്യർക്കാർക്കും ഇത് സാധിക്കുകയില്ല, ഭഗവാന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. 16,008 ഭാര്യമാരെ ഒരേ സമയത്ത് സന്തോഷിപ്പിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. സാധാരണ ജനങ്ങൾ ഇത് കണ്ട് അതിശയപ്പെട്ടിട്ട് കാര്യമില്ല. ഭഗവാന്റെ ആ മഹിമ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും നമുക്ക് നിർണയിക്കാൻ സാധിക്കുകയില്ല. യാനി കർമാണി, അങ്ങനെ ഏതെല്ലാം കർമ്മങ്ങളെ ഭഗവാൻ ചെയ്തുവോ, അംഗഹേ പൂജ്യ യാതു, അത് യാതൊരുത്തനാകട്ടെ, താനി അവയെ ഗായതി ഗാനം ചെയ്യുന്നുവോ, ഷൃണോതി കേൾക്കുന്നുവോ, അനുമോദതെ അനുമോദിക്കുന്നുവോ, തസ്യ അവന് അപവർഗമാർഗെ മോക്ഷസാധനമായ ഭഗവതി, ഭഗവാനിൽ ഭക്തി, പരമപ്രേമ ഭക്തി ഭവിക്കും. അപ്പോ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്ന ഭഗവാൻ കൃഷ്ണൻ അന്യർക്ക് ചെയ്യാൻ സാധിക്കാത്ത ഏതൊരു കാര്യങ്ങൾ ഭക്തജനങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്നുവോ, ആ കർമ്മങ്ങൾ, ആ ലീലകൾ കീർത്തിക്കുന്നവനും കേൾക്കുന്നവനും ഈ കീർത്തന ശ്രവണാദികളെ അനുമോദിക്കുന്നവനും മോക്ഷസ്ഥാനഭൂതമായ ഹരിയിൽ ഭക്തിയുണ്ടാക്കും. അപ്പോൾ ഭഗവാന്റെ ഈ ലീലകൾ കേൾക്കുന്നവർക്ക്, ശ്രവിക്കുന്നവർക്ക്, അവരെ അനുമോദിക്കുന്നവർക്കും മോക്ഷ സാധനമായ ആ ഭഗവാനിൽ പ്രേമഭക്തി ഉണ്ടാകും. അങ്ങനെ നാരദൻ ഭഗവാനെ പരീക്ഷിക്കാൻ പോയ കാര്യങ്ങൾ ഈ അധ്യായത്തിൽ വിവരിച്ചു. അങ്ങനെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ കൃഷ്ണഗാർഹസ്ഥ്യ ദർശനം നാമ ഏകോന സപ്തതി തമോധ്യായക സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.